ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ആഴ്ചത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞ തവണ കണ്ടതിലും ഒരു വെറൈറ്റിയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്ത ഒരു കായലിൽ കുറേ കടൽ മത്സ്യങ്ങൾ വന്ന് ചാകരയായിട്ടുണ്ടെന്ന് കേട്ടു. അപ്പം അത് കാണുവാനും അതിനെ പിടിക്കാനും വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഒരാൾ കൂടുതലുണ്ട്. ഒന്ന് ഞാനും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനും തന്നെയാണ്. പിന്നെ ഒരാൾ എക്സ്ട്രാ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അയാളെ ഞങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരാം. എന്തെങ്കിലും ഞങ്ങൾ ഇന്ന് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ഏരിയ സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഈ കാട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയാനകം ഉണ്ടാകുന്നതാണ്. ഇവിടെ നോക്കിക്കണ്ടു പോയില്ലെങ്കിൽ പാമ്പുകൾ താവളമടിച്ച് വാഴുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഭയത്തോടു കൂടി തന്നെയാണ് ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 4 സൈഡും നിരീക്ഷിച്ച് തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല, കേട്ട് അറിവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ദുർമന്ത്രവാദവും ആഭിചാരവും നടത്തുന്ന സ്ഥലവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സ്ഥലത്തിൻ്റെ ഡേഞ്ചറസ് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും 4 ഭാഗം നോക്കിയാണ് ഞാൻ വരുന്നത്. കാരണം ഈ പാമ്പുകൾ ഈ മരത്തേലൊക്കെ തൂങ്ങിക്കിടക്കുവാൻ ധാരാളം സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് ഇവൻ നമ്മുടെ പെടലിയിൽ ചുറ്റാതിരിക്കുവാൻ വേണ്ടി നോക്കിയും കണ്ടു തന്നെ ഞങ്ങൾ നേരെ മുന്നോട്ട് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു പടവിലേക്ക് ഞങ്ങൾ എത്തി. ഇപ്പോഴാണ് ഞങ്ങൾ ഒരു മനുഷ്യനെ കാണുന്നത് ഇത്രയും നേരം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത പടവിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ പോകുന്നത് ഒരു ഡേഞ്ചറസ് തന്നെയാണ്. ഇവിടെയാണ് ആഭിചാരക്രിയകൾ, മരിച്ചവരുടെ ആത്മാവിനെ ആവാഹിക്കുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ട സ്ഥലത്തേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ട്. നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ 12 മണി മുതൽ 3 മണി വരെ ഇങ്ങനെയുള്ള ഏരിയകളിൽ കൂടി പോകുവാൻ കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളതൊന്നും വകവയ്ക്കുന്നില്ല. പണ്ടത്തെ കാരണവന്മാരുടെ വിശ്വാസമൊന്നും നമുക്കിന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് എന്നെ ഒരു കാഴ്ച നോക്കി ഞാൻ ഞെട്ടിപ്പോയത്. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും ഒരു കസേര മാത്രം ഇരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെയാണ് മരിച്ചവരുടെ ആത്മാക്കളെ ആവാഹിച്ച് ഇരുത്താറുള്ളത്. 4 ചുറ്റും ചെള്ളയാണ്. നല്ല കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളമാണ്. ചുറ്റും പന്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ പന്തലിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ തിരികെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഗപ്പിക്കും ഭയാനകമായി. രാജു തിരിഞ്ഞു നിൽക്കുവാണ് പേടിച്ച്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലായി. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നിറയെ പുല്ലുകൾ തളർത്ത് നിൽക്കുന്ന സ്ഥലമാണ്. എന്തേലും പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കാരണം പാമ്പുകൾ ഒരുപാട് ഈ വഴിയിലുണ്ട്. മാത്രമല്ല ഇവിടെ ആൾസഞ്ചാരമില്ലാത്തൊരു ഏരിയ തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ആൾ സഞ്ചാരം കുറവാകുവാൻ സാധ്യതയുള്ളത്. ഞങ്ങൾക്ക് ഈ യാത്രയിൽ ആവശ്യം ഇനി വേണ്ടത് ഒരു വള്ളവും അതുപോലെ തന്നെ ഒരു വലയമാണ്.
ഞങ്ങൾ ഏതിലും വള്ളത്തിൻ്റെ അടുത്തെത്തി. വള്ളം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ ഒരു വള്ളമാണ്. അങ്ങനെ ഞങ്ങൾ പോകുവാനുള്ള തന്ത്രപ്പാടിലാണ്. ആദ്യം ആ വഞ്ചിയിൽ വലകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിതാ അതെല്ലാം ഇറക്കി വെച്ച് നമുക്ക് ആവശ്യമായ വലകളൊക്കെ വഞ്ചിയിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ സുഹൃത്ത് ഒരു കുപ്പി മുറിച്ചെടുക്കുന്നു. എന്തിനാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് വള്ളത്തിൽ കിടന്ന വെള്ളം കോരിക്കളയുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലായത്. ഞാൻ വീണ്ടും ചുറ്റും നോക്കിയപ്പോൾ അതേ തന്നെ ഒരു ഭീകരമായ അന്തരീക്ഷം തന്നെയാണ്. ഏതൊരു മനുഷ്യനെ ഭയാനകപ്പെടുത്തുന്നത്. ഒന്ന് കൂവിയാൽ പോലും ആരും വിളി കേൾക്കില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും അക്കരയ്ക്ക് കടക്കാമെന്നുള്ള തന്ത്രപ്പാടിലായി രാജുവിന് പേടി വന്നു തുടങ്ങിയിട്ടുണ്ട്. രാജു പെട്ടെന്ന് വലകളൊക്കെ വള്ളത്തിലോട്ട് കയറ്റുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പാൻ്റൊക്കെ പൊക്കി വെച്ച് ആള് വള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ രാജു ആദ്യമായിട്ട് വള്ളത്തേൽ കയറുന്നതുകൊണ്ട് മരത്തേലൊക്കെ പിടിച്ച് പയ്യങ്ങ് പോവുകയാണ്. നമുക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങളുടെ ഒരു വള്ളം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും വലുതാണ്. രാജു പേടി മൂലം വള്ളം കെട്ടിയിട്ടിരിക്കുവാനാണുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് അവൻ വള്ളം തുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വള്ളം അനങ്ങുന്ന പോലുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. കൂട്ടുകാരൻ അടുത്തപ്പോൾ ഞാൻ പയ്യെ പങ്ക മേടിച്ച് വള്ളം തുഴയാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, പേടിയുള്ളത് കൊണ്ടാണോ വള്ളം നല്ല സ്പീഡിൽ തന്നെയാണ് തുഴഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. ഞാനും അടുത്തപ്പോൾ ഗപ്പിക്ക് കൈമാറി രാജുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ വീഡിയോ എടുക്കുന്ന ക്യാമറ മേടിച്ചു. അങ്ങനെ ചുറ്റുപാടും വേറൊരു വ്യക്തി അവിടെ ഇരുന്ന് മീനിടാനുള്ള ശ്രമത്തിലാണ്, മീനെ പിടിക്കുന്ന ശ്രമത്തിലാണ്. രാജു വള്ളം തുഴയാമെന്ന് പറഞ്ഞ് മേടിച്ചു. പക്ഷേ ഇങ്ങനെ തുഴയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്ത് തുഴച്ചിലാണെന്നല്ല, വള്ളം കറങ്ങുകയാണ്. നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് തന്നെ കൈമാറി. വീണ്ടും ഞങ്ങൾ തുഴഞ്ഞ് യാത്ര മുന്നോട്ടു പോവുകയാണ്. അങ്ങനെ യാത്ര ഇവിടെ ഏകദേശം ഒരു തെങ്ങോളം താഴ്ചയുള്ള കായലാണ്. വീണാൽ പിന്നെ ഞങ്ങളും ഉണ്ടാകില്ല, ഞങ്ങളുടെ വീഡിയോയും കാണില്ല. ഭയാനകത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഈ യാത്ര.